നമസ്കാരം. എല്ലാവർക്കും PK ലെനിക്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഇക്കഴിഞ്ഞ 2-ാം തീയതി നടന്ന 1-ാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ കല, സംസ്കാരം, സാഹിത്യം എന്നീ മേഖലയിൽ നിന്നുണ്ടായ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും ഒന്ന് പരിശോധിക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം 1. GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നതാണ്. പ്രസ്താവന 1. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിന്റെ പാപ്പാന്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. പ്രസ്താവന 2. കേരളത്തിന്റെ നവോത്ഥാന യൂറോപ്പുമായിട്ടുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന നോവൽ. പ്രസ്താവന 3. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിന്റെ ആഖ്യാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. 1, 2 മാത്രം, 2, 3 മാത്രം, 1, 3 മാത്രം, മുകളിൽ പറഞ്ഞവയില്ല. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് ഓപ്ഷൻ എ നോക്കൂ. പ്രസ്താവന 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് 16-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ നിന്ന് റോമിലേക്ക് അയക്കപ്പെട്ട അനോ, അഥവാ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അനോ എന്ന വെള്ള ആന, നമ്മൾ ഐരാവതം എന്നൊക്കെ പറയുന്ന വെള്ളാനയുടെയും അതിന്റെ പാപ്പാന്റെയും ചരിത്രമായിട്ടാണ് പറയുന്നത്. ഇത് ഒരു ചരിത്രവും സങ്കല്പവും കൂടി ഇടകലർന്ന മട്ടിലാണ് ഇന്ദുഗോപൻ എഴുതിയിരിക്കുന്നത്. അതായത് 962-ൽ വത്തിക്കാനിൽ നടന്ന ഒരു ഗവേഷണത്തിൽ, ഒരു പര്യവേക്ഷണത്തിൽ നിന്ന് ഒരു വലിയ അസ്ഥികൂടം കിട്ടുന്നു. അതിനെ പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യയിൽ നിന്നെത്തിയ ഒരു ആനയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ലൂയി 10 എന്ന മാർപ്പാപ്പയുടെ ഓമനയായി വളർന്ന ഒരു വെള്ള ആനയുടെ കഥയൊക്കെ ആയിട്ടാണ് അത് വികസിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ അദ്ദേഹം വാസ്കോഡ ഗാമ, അതുപോലെ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ തുടങ്ങിയവരൊക്കെ കഥാപാത്രമായി വരുന്നു. ഈ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അന്നത്തെ പ്രസിദ്ധ ചരിത്ര പുരുഷന്മാരൊക്കെ ഇതിലെ കഥാപാത്രമായി വരുന്നു. ലൂയി 10 ആ മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ അരുമയായി വളരുന്ന ഒരു ആന ഒരു ഈ പറയുന്ന എന്താണ് ആൽബിനോ വിഭാഗത്തിൽപ്പെട്ട വെള്ള ആന യുടെ കഥയായിട്ടാണ് അത് വരുന്നത്. അത് ശരിയാണ്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിന്റെ ചരിത്രവും യൂറോപ്പുമായിട്ടുള്ള അക്കാലത്തെ സമുദ്രാന്തര ബന്ധങ്ങൾ ഈ നോവൽ പര്യവേക്ഷണം ചെയ്യുന്നത് ശരിയാണ്. എന്നാൽ ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്നത് വസ്തുതാപരമായി തെറ്റാണ്. ഈ ആനോ എന്ന നോവലിന് അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടില്ല. ആ പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. മലയാള ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിന്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തന്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവി ആയി ആഘോഷിക്കപ്പെടുന്നു. 2. മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനായ പി ഗോവിന്ദപിള്ളയാണ് നമ്പ്യാരുടെ കൃതികളെ ആദ്യമായി പട്ടികപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാരംഭ പട്ടികയിൽ കൃത്യമായി 60 തുള്ളൽ രചനകൾ തിരിച്ചറിഞ്ഞു. 3. സാഹിത്യ പഞ്ചാനനം കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 2ഉം മാത്രം, 1, 3 മാത്രം, 2, 3 മാത്രം, മുകളിൽ പറഞ്ഞതല്ല. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി, അതായത് 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് നമ്പ്യാര് ജനകീയ കവി എന്ന് പറയുന്നു. കാരണം ലളിത കോമള പദാവലികൾ കൊണ്ട് തീർത്ത ആ കവിതകൾ വെച്ച് അന്നത്തെ പണ്ഡിത പാമര ഭേദമില്ലാതെ ഏവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഴുതുകയും അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ശിക്ഷിക്കാനുള്ള ഉപായമായി തന്റെ കവിത മാറ്റിയതുകൊണ്ട് കവിത ചാട്ടവാറാക്കിയ കവി അതിൽ സാമൂഹ്യ വിമർശനവും നർമ്മരസവും തുളുമ്പുന്ന തരത്തിൽ എഴുതി ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമായതിനാൽ അദ്ദേഹം ജനകീയ കവി എന്നറിയപ്പെടുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ പ്രസ്താവന 2, അതായത് ആദ്യത്തെ ചരിത്രകാരൻ ശരി തന്നെയാണ്, ഗോവിന്ദപിള്ള തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷാ ചരിത്രത്തിൽ നമ്പ്യാരുടേതായി 64 കൃതികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവനയിൽ പറയുന്ന തരത്തിൽ കൃത്യം 60 എന്നല്ല, 64 കൃതികളാണ് ഗോവിന്ദപിള്ള രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രസ്താവന 3 ശരിയാണ്. അതായത് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന PK നാരായണപിള്ള, അദ്ദേഹമാണ് സുന്ദോപാഖ്യാനം എന്ന കൃതി നമ്പ്യാരുടേതാണെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല കാലക്രമേണ അദ്ദേഹത്തിന്റെ കൃതികളുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടുമുണ്ട്, എണ്ണം കൂടുതൽ വന്നിട്ടുമുണ്ട്. അപ്പൊ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം, കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. 2.
കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തന്റെ പ്രാഥമിക മാധ്യമമായി തെരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. 3. 1908 കാസർഗോഡ് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് വിടവാങ്ങൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 1ഉം 3ഉം മാത്രം, മുകളിൽ പറഞ്ഞവയല്ല. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ജനിച്ച ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവി തന്നെയായിരുന്നു. അദ്ദേഹം കന്നഡത്തിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. കൂടാതെ ഉറുദു പോലുള്ള ഭാഷകൾ, തമിഴ് പോലുള്ള ഭാഷകൾ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. രചന നിർവഹിച്ചത് മലയാളത്തിലും കന്നഡയിലുമാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1956 ഐക്യ കേരളം രൂപപ്പെടുന്ന സമയത്ത് അദ്ദേഹം തന്റെ മാധ്യമമായി, പ്രാഥമിക രചനാ മാധ്യമമായി മലയാളത്തെ തെരഞ്ഞെടുത്ത് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. അവിടുന്ന് അദ്ദേഹത്തിന്റെ ജനനം കാസർഗോഡ് കർണാടക ബോർഡറിലാണ്. പക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് വരികയും പിന്നീട് കാസർഗോഡ് അദ്ദേഹം കന്നഡത്തിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം തന്റെ രചനാ മാധ്യമമായി തെരഞ്ഞെടുത്തത് ഈ മലയാളമാണ്. അപ്പോ എഴുതിയ കൃതിയാണ് വിടവാങ്ങൽ എന്ന കവിത. അതിന്റെ ഭാഗമായിട്ടാണ് എഴുതിയത്. എന്നാൽ പ്രസ്താവന 3 തെറ്റാണ്. വിടവാങ്ങൽ എന്ന കവിത ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട 1908 1908 ഉബൈദ് ജനിച്ചിട്ട് പോലും ഇല്ല എന്നല്ല, ഉബൈദ് ജനിച്ചതേ ഉള്ളൂ. 1908 തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അത് ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ ആണ്. 1908 തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ ജനിച്ച ഉടനെ എന്തായാലും കവിത എഴുതില്ലല്ലോ. 1908 അദ്ദേഹം ജനിച്ചതേ ഉള്ളൂ. അത് പിന്നീട് 47 കാസർഗോഡ് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് ഈ കവിത അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ അദ്ദേഹം ക്ഷമിക്കണം, നേരത്തെ പറഞ്ഞ 1956 ഐക്യ കേരളം രൂപപ്പെടുന്ന സമയത്തല്ല, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ് ഈ മലയാളം മാധ്യമമായി അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോഴാണല്ലോ കാസർഗോഡും ഇതൊക്കെ വരുന്നത്, ഇങ്ങോട്ടേക്ക് വരുന്നത്, നമ്മൾ കന്യാകുമാരി വിട്ടുകൊടുത്തിട്ട്. നേരത്തെ പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ടായി, ക്ഷമിക്കണം. 1956 1947 അദ്ദേഹം ഈ കവിത എഴുതുന്നത്. ഈ അവതരിപ്പിക്കുന്നതും അതേ വർഷം തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനന വർഷം അനുസരിച്ച് ക്രമീകരിക്കുക. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, വക്കം മൗലവി, ചട്ടമ്പി സ്വാമികൾ, പി പൽപു. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിക്കുന്നത് 1825, ചട്ടമ്പി സ്വാമികൾ 1853, ഡോക്ടർ പി പൽപു 1863, വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873. അതാണ് കാലക്രമം അനുസരിച്ചിട്ടുള്ള പട്ടിക ക്രമീകരണം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? കിളിരൂർ ഭഗവതി ക്ഷേത്രം, കൂടൽമാണിക്യം ക്ഷേത്രം, ഭരണിക്കാവ് ക്ഷേത്രം, ശബരിമല ക്ഷേത്രം. ബുദ്ധമതവുമായി ബന്ധമില്ലാത്തത്. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി, കൂടൽമാണിക്യം ക്ഷേത്രമാണ്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള കൂടൽമാണിക്യം ക്ഷേത്രം അത് ഒരു ജൈനമത കേന്ദ്രമായിരുന്നു. യഥാർത്ഥത്തിൽ അതിന് ബുദ്ധമതവുമായിട്ടല്ല, ജൈനമതവുമായിട്ടാണ് ബന്ധം. ജൈന ആചാര്യനായിരുന്ന, ജൈന തീർത്ഥങ്കരനായ ഭരതന്റേതായിരുന്നു ആ ക്ഷേത്രം. എന്നാൽ ഇന്ന് അവിടെ പൂജിക്കുന്നത് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന രാമസോദരനായ ദശരഥനന്ദനായ ഭരതനെയാണ് ഇന്ന് അവിടെ പൂജിക്കുന്നത്. ഭരത സ്വാമി എന്നാണ് പറയുന്നത്. അത് കേരളത്തിലെ തന്നെ ഏക ഭരത ക്ഷേത്രവും ഈ കൂടൽമാണിക്യം ക്ഷേത്രമാണ്, തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയ്ക്ക്. യഥാർത്ഥത്തിൽ അത് ജൈന തീർത്ഥങ്കരനായ ഭരതന്റേതാണ്. എന്നാൽ അവിടെ പൂജിക്കുന്നത് ഇപ്പോ ഈ രാമായണത്തിലെ പുരാണ കഥാപാത്രമായ ഭരതനെയാണ്. അങ്ങനെ കാലക്രമേണ ഹൈന്ദവ ക്ഷേത്രമായി മാറുകയാണ് ചെയ്തത്. അതിന് ബുദ്ധമതവുമായി ബന്ധമില്ല, ജൈനമതവുമായിട്ടാണ് ബന്ധം. നമ്മൾ ഈ നടന്ന പരീക്ഷയിലെ കലാസാഹിത്യ മേഖലയിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ടാകും, ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അതിന്റെ എല്ലാ വശങ്ങളും ആധികാരികമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒന്നും ഇപ്പോൾ കഥകളിയെ കുറിച്ച് പഠിക്കുമ്പോൾ കഥകളിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ആധികാരികമായി പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. അല്ലെങ്കിൽ ഇപ്പൊ കൂടിയാട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് യുനെസ്കോയുടെ പട്ടികയിൽ ഇടുന്നതിന് മാത്രം പോരുന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള ആഴത്തിലെ അറിവ് നേടേണ്ടിയിരിക്കുന്നു എന്ന് PSC നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇനി ഉള്ള ഘട്ടത്തിൽ എഴുതാനിരിക്കുന്നവരും ഇതിന്റെ മെയിൻസ് പരീക്ഷ എഴുതാനിരിക്കുന്നവരും നടത്തി കാണും എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വിജയാശംസകൾ.